നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ചെവിക്ക്, മൂക്കിന്, തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും. എന്നാൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് രാത്രികളിൽ പെട്ടെന്നുണ്ടാകുന്ന ചെവി വേദന, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വല്ലാതെ കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ ചെവിയിൽ പെട്ടെന്നൊരു പ്രാണിയോ എന്തെങ്കിലും പോയി, തൊണ്ടയിലൊരു മുള്ളു കുടുങ്ങി, ഇങ്ങനെ ഉണ്ടാകുന്ന അടിയന്തര ഘട്ടങ്ങൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയാറില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്, ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ഇന്നത്തെ വിഷയം. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ENT സർജനായ ഡോക്ടർ മാത്യു ഡൊമിനിക്. നമസ്കാരം ഡോക്ടർ. നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്. പക്ഷേ ഒരു പെട്ടെന്നൊരു വേദനയൊക്കെ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരുമ്പോൾ അച്ഛനമ്മമാരും അല്ലാതെ പകച്ചു പോവും. രാത്രിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പം സാധാരണ ഇങ്ങനെ കാണുന്ന അടിയന്തര ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയണം. സ്മിത പറഞ്ഞ ഇത് രാത്രിയിലൊരു കുട്ടി പെട്ടെന്ന് ചെവിവേദനയായിട്ട് എഴുതുന്നു. ഒരമ്മയ്ക്കും മറക്കാനാകാത്ത ഒരു സിറ്റുവേഷനാണത്. ഒരു 2 വയസ്സുള്ള കുട്ടി രാത്രി പെട്ടെന്ന് ചെവിവേദനയായിട്ട് എഴുന്നേൽക്കുന്നു. രാത്രി 2 മണിയാകുമ്പോഴത്തേനും ചെവിവേദനയായിട്ട് എഴുന്നേൽക്കുന്നു. ഇത് സാധാരണ ചെവിയിലുള്ള പഴുപ്പിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സിംറ്റമാണ് ചെവിയിലുള്ള വേദന. പകൽ സമയത്ത് കുട്ടികൾ ഓടി നടക്കുമ്പം ചെവിക്കകത്ത് അത് ഈ വേദന വരാറില്ല. കുട്ടി കിടന്ന് തല താത്തി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നീര് വന്നിട്ടാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന ഈ പറഞ്ഞ പോലെ സാധാരണ എല്ലാവരും കിടന്ന് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേറ്റ് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ആ സമയത്താണ് വേദന ഉണ്ടാകുന്നത്. ആ സമയത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, വീട്ടിലെ പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേദന സംഹാരി പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ കുട്ടികൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല, ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരിതാണ് പാരസെറ്റമോൾ കൊടുക്കുക. അതുകൊണ്ട് മിക്കവാറും ആ വേദനകൾ നിൽക്കാറുണ്ട്. ഇല്ലെങ്കിൽ, പാരസെറ്റമോളും ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ, പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അതാരും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴും പുറത്തുള്ള ഇതിനകത്ത്, ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലൊക്കെ ആണെങ്കിൽ എമർജൻസി മെഡിസിനിൽ പറയുന്നവരാണ്, അവരവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഒലിവ് ഓയിൽ വേണ്ട, വെളിച്ചെണ്ണ മതി. ഒരു ചെറിയൊരു ടീസ്പൂണിൽ എടുത്ത് ശരീരത്തിൻ്റെ ചൂടാക്കുക, അത്രയും മാത്രം ചൂട്. തൊട്ട് നോക്കുമ്പോൾ ശരീരത്തിലുള്ള ചൂടേ ആകുകയുള്ളൂ. ആ ചൂടിൽ ചെവിയിൽ ഒഴിക്കുകയാണെങ്കിൽ അതിനും ശമനം കിട്ടും. അപ്പോൾ വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതും ചെയ്യാവുന്നതാണ്. ഡോക്ടർ, പണ്ടൊക്കെ വയസ്സായ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ഒരു മരവാഴ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പച്ചമരുന്നുകളൊക്കെ ഉണ്ട്, അത് ചൂടാക്കിയിട്ട് അത് പിഴിഞ്ഞൊഴിക്കുക, ഇങ്ങനെ പിന്നെ മുളകിൽ ഇത് എണ്ണ ഒഴിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ട്. ആദ്യം പറഞ്ഞ എനിക്കറിയാമല്ലേ, മുളകിനകത്തുള്ള ക്യാപ്സൈസിൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ സമയത്ത് പോയി മുളക് തപ്പാനോ ഈ മരവാഴ തപ്പാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. വെറുതെ ഒരു ടീസ്പൂണിനകത്ത് കുറച്ച് എണ്ണ എടുത്തിട്ട് ശരീരത്തിന് ചൂടാക്കുക, അതിൽ കൂടുതൽ ചൂട് പോകേണ്ട കാര്യമില്ല. ആ ചൂടിൽ ചെവിയിൽ ഒഴിക്കുകയാണെങ്കിൽ വേദനയ്ക്ക് കുറച്ച് കുറവ് കിട്ടാറുണ്ട്. അപ്പോൾ അത് പാരസെറ്റമോൾ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, നമുക്കൊരു വേദനയ്ക്ക് കൊടുക്കാനുള്ള, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മരുന്ന് വീട്ടിലില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രാണി പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പ്രാണി അതിൽ കിടന്ന് ചത്താൽ പ്രശ്നമാകുമോ? അതിങ്ങനെ കുത്തുമ്പോൾ ഉള്ള വേദന എന്ത് ചെയ്യണം എന്നൊരു പേടിയാണ്. എന്ത് ചെയ്താലോ അത് എഗെയിൻസ്റ്റ് അനുകൂലമല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? ഈ പ്രാണി പോകുന്നതും ഇതുപോലെ രാത്രിയാണ്. നമുക്ക് യാതൊരു ഹെൽപ്പിന്, ആരും സഹായത്തിന് ഇല്ലാത്തൊരു സമയത്താണ് ഇത് പോകാറുള്ളത്. ചെവിക്കകത്ത് വളരെ ചെറിയ രോമങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെറിയ പ്രാണി ആ രോമത്തിനോട് നടക്കുമ്പോൾ ആ രോമത്തിലുള്ള ചലനങ്ങൾ ചെവിയിൽ വലിയൊരു ജന്തു നടക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ നമുക്ക് വേദനയെക്കാളും കൂടുതൽ ഈ ഒരു വലിയൊരു സാധനം ചെവി കൂടെ നടക്കുന്ന ഒരു ഇത് കിട്ടുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത്. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ പോകുന്ന കൊതുകാണ്. എറണാകുളത്ത് പിന്നെ വേദനയല്ല, ഈ കൊതുകകത്ത് നിന്ന് ആ ചെവിക്കകത്തുള്ള രോമത്തിനുള്ള ആ നനക്കം വരുമ്പോഴത്തേനാണെങ്കിൽ വലിയ എന്ത് സാധനം ചെവിയിൽ നടക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത് വളരെ വേദനയെക്കാളും കൂടുതൽ ഡിസ്ട്രെസ്സാണ് ഉണ്ടാകുന്നത്. ഈ ഒരു എന്തോ ചെവിയിൽ വലിയൊരു സാധനം നടക്കുന്ന ഒരു ഇതുണ്ടാകുന്നത്. ഒന്ന് ചെയ്യാവുന്നത്, ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് തെളിക്കുക. പ്രാണികൾ ലൈറ്റിലോട്ട് ഇതാണ്. പക്ഷേ അത് വളരെ ചെറുതിനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പാറ്റ കയറിപ്പോയാൽ അതിനെ അവിടെ നിന്ന് തിരിയാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ചെയ്യാവുന്ന അതാണ്. ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടോർച്ച് എന്തെങ്കിലും ആണെങ്കിൽ, ചെറിയ പ്രാണികളാണെങ്കിൽ ആ ലൈറ്റ് കണ്ടിട്ട് ലൈറ്റിലോട്ട് വരും, ഒന്നും ചെയ്യാതെ തിരിച്ചു വരും. ഉറുമ്പ് വരാറുണ്ട്, ചെറിയ പ്രാണികൾ, കൊതുക്, അങ്ങനത്തെയുള്ള സാധനങ്ങൾ ചിലപ്പം പുറത്തോട്ട് വരും. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നല്ലെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം, ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ളം, ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചെവിയിൽ ഒഴിച്ച് അതിനെ കൊല്ലുക. അതിൻ്റെ അനക്കം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ശമനമുണ്ട്. ഞാൻ പറഞ്ഞ ആ രോമങ്ങൾ അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ട്രെസ്, ആ ഒരു വലിയ ജന്തു ചെവിയിൽ നടക്കുന്ന പോകുന്ന ഉണ്ടാകുന്നുള്ളൊരിത് ഈ എന്തെങ്കിലും ഒഴിക്കണം, ഉപ്പുവെള്ളം ഒഴിക്കുകയോ
അല്ലെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിക്കുകയാണെങ്കിൽ അതൊന്ന് ചത്ത് കിട്ടുകയാണെങ്കിൽ രാത്രിത്തേക്കുള്ള ആ പെട്ടെന്ന് ആ ഉള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതല്ലാതെ എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് എത്തിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാത്രിയല്ലേ രാവിലെ ആകട്ടെ എന്ന് കരുതാതെ ഇതൊന്നും വലിയ ഇപ്പം ചെവിയിൽ വേദന വരുന്നു, ആ വേദന രാവിലെ വരെ ഇപ്പം ശമനം ഉണ്ടെങ്കിൽ അത് രാവിലെ വരിക്കുന്നതിന് കുഴപ്പമില്ല. ഈ ഒരു പ്രാണി അതിൻ്റെ അകത്ത് ചത്ത് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാകാറില്ല. പിറ്റേ ദിവസം രാവിലെ വരെ ഇരിക്കുന്നതിനകത്ത് കുഴപ്പമുണ്ടാകില്ല. ഇതല്ല ചെവിക്ക് അകത്തോട്ട് പോകുന്നു, ചെവിയിൽ നിന്ന് ചോര വരാൻ തുടങ്ങുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് മൂക്കിൽ നിന്ന് ചോര വരുന്ന പ്രശ്നം. അത് പെട്ടെന്ന് വന്ന് ചിലപ്പോൾ സമയത്ത് അത് നിൽക്കാറില്ല. അപ്പോൾ അപ്പോഴും നമുക്കൊരു പാനിക്കിങ് സിറ്റുവേഷനാണ്. അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ അതിനെ നേരിടും? ചോര വരുന്ന മൂക്കിൽ നിന്ന് വരുന്നതിന് വളരെയധികം സൈക്കോളജിക്കലായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൈ മുറിഞ്ഞ് ചോര വരികയാണെങ്കിൽ കയ്യിൽ നിന്ന് കാണാം എവിടെ നിന്നാണ് വരുന്നത് കാണാം. അപ്പോൾ അതത്രയും പേടിക്കാറില്ല. മൂക്കിൽ നിന്ന് വരുന്നതാണെങ്കിൽ എല്ലാവർക്കും പേടിയുണ്ടാക്കുന്ന ഒരു ഇതാണ്, എവിടെ നിന്ന് വരുന്നതെന്നുള്ള അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ചോര വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം. എങ്ങോന്ന് ചോര വരുന്നു എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ. അപ്പം ആളുകൾ സാധാരണ ചെയ്യുന്നത് തല പൊക്കി വെക്കാറുണ്ട്. തല പൊക്കി വെക്കുമ്പോഴത്തേനും ചോര തൊണ്ടയിലോട്ട് പോയി വിഴുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ചെയ്യാതിരിക്കുക, എഴുന്നേറ്റിരുന്ന് എന്നിട്ട് തല താത്ത് മുമ്പോട്ട് പുറലോട്ട് ചരിക്കാതെ മുമ്പോട്ട് താത്തുക. അപ്പോൾ എന്തെങ്കിലും ചോര വരികയാണെങ്കിൽ തൊണ്ടയിൽ പോകാതെ മുമ്പിലോട്ട് വരും. ഏറ്റവും കൂടുതൽ ചോര വരുന്നത് ഏറ്റവും ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ ആ സൈഡിൽ അടച്ചു പിടിക്കുക, എഴുന്നേറ്റിരുന്ന് മുമ്പോട്ട് തല താത്തി വെച്ച് മൂക്കിൻ്റെ ഈ ഭാഗത്ത് പിടിക്കുന്നതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം ഇത് തുടരാം. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, എനിക്ക് 2 ആൺകുട്ടികളാണ്, ട്വിൻസ് ആണ്. ഓർക്കെ ചോദിച്ചോളൂ കേട്ടാ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ട്വിൻസ് ആണ്, 2 ആൺമക്കളാണ്. അവർക്ക് 7 വയസ്സായി. അവരുടെ ഈ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടനുണ്ടാവുന്നു, ചെവിക്ക് ഉള്ളില്. അപ്പൊ നമ്മൾ ബഡ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവർ ബഡ്സ് ഇട്ട് പതുക്കുന്നത് ക്ലീൻ ചെയ്യും. പിന്നെ ഭയങ്കര കടിയാണ്. ഇന്നത്തെ ഈ ബഡ്സ് വന്നതുകൊണ്ട് ENT അസുഖം വളരെയധികം കൂടിയിട്ടുണ്ട്. ചെവി എന്ന് പറഞ്ഞാൽ ഒരു തന്നെത്താനെ ക്ലീൻ ചെയ്യുന്ന സെൽഫ് ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു ദ്വാരമാണത്. ചെവിയുടെ പുറം ഭാഗത്ത് മാത്രം ഈ ഒരു ട്യൂബിൻ്റെ പുറത്തെയുള്ള ഒരു ആകപ്പാട് 1/3 ഭാഗം, ആ പുറത്തെ 1/3 മാത്രമേ വാക്സ് ഉണ്ടാവുകയുള്ളൂ. ആ വാക്സ് തന്നെത്താനെ പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെത്താനെ പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ബഡ്സ് ഇടുമ്പോൾ ആണെങ്കിൽ ഈ വാക്സ് അവിടെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ അല്ല. വാക്സ് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി തന്നിരിക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ അത് ബഡ്സ് ഇട്ടിട്ട് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ചെവിയുടെ കനാല് ഡ്രൈ ആകും. ഈ പറഞ്ഞ പോലെ പൊറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുക. ട്വിൻസിൻ്റെ 2 പേരുടെയും ചെവി ക്ലീൻ ചെയ്യാതെ വെറുതെ വിടുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഇപ്പോൾ ഡ്രൈനസ് പറയുന്നത് വാക്സ് എടുത്തുകൊണ്ടും വരാം. അപ്പോൾ എടുക്കാതെ കുറച്ച് ദിവസം ഒന്നിരുന്ന് ഒരാഴ്ച 2 ആഴ്ച നോക്കുക. എന്നിട്ട് വ്യത്യാസമില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഈ ഒരു ഏരിയ പലപ്പോഴും ഇതുപോലെ സംശയം ഉണ്ടാക്കുന്നതാണ് ഡോക്ടർ. പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്, അകത്തേക്ക് നമ്മൾ എങ്ങനെ കുളിച്ചാലും ക്ലീൻ ചെയ്താലും നമ്മൾ സ്വയം അത് ക്ലീനായി പോകുമെന്ന് പറയുന്നത് തെറ്റല്ലേ? ബഡ്സ് ഒക്കെ യൂസ് ചെയ്യാതെ എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈവൻ മുതിർന്നവർക്കും ഈ ഒരു സംശയമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്? പണ്ട് കാലത്തിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. ബഡ്സ് ഇപ്പോഴാണ് വന്നിരുന്നത്. പണ്ട് ചെവിത്തോണ്ടി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേര് ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു. അല്ലാതെ ഈ ബഡ്സ് വന്നിട്ടാണ് ചെവിക്കകത്ത് ക്ലീൻ ചെയ്യണമെന്നുള്ള ഒരിത് വന്നിരിക്കുന്നത്. അല്ലാതെ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവർക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ചെറുപ്പകാലത്ത് ആരും ചെവി ക്ലീൻ ചെയ്തിട്ടില്ല. ഒന്ന് തുടച്ച് കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ചെവി എന്ന് പറഞ്ഞാൽ ചെവിക്കകത്ത് നമ്മുടെ സാധാരണ പോലെ തൊലിയാണിത്. ഈ തൊലി എല്ലാ 21 ദിവസം കൊണ്ടും റിന്യൂ ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഈ മുകളിലത്തെ ലെയർ പോയിക്കൊണ്ട് അപ്പോൾ ചെവിക്കകത്ത് ഏറ്റവും ഉള്ളിൽ നിന്ന് ഈ തൊലി വന്ന് അത് പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അകത്തിരിക്കാറില്ല. തന്നെ വന്ന് അകത്തുനിന്ന് വന്ന് പുറത്തോട്ട് തന്നെ പുറത്തോട്ട് പോയി വാക്സിൻ്റെ കൂടെ അത് പുറത്ത് പോവാണ്. അത് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബഡ്സ് ഇടുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ റിവേഴ്സ് ചെയ്യാണ്. പുറത്തോട്ട് വരണേ തള്ളി അകത്തോട്ട് ഇടുകയാണ്. ബഡ്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. സാധാരണ തല നേരെ വെച്ച് കുളിക്കുമ്പോൾ ചെവിക്കകത്ത് വെള്ളം പോകാറില്ല. ചെവിയിലെ ദ്വാരം താഴോട്ടല്ല മുകളിലോട്ടാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ഇത് മുകളിലോട്ടാണ് അങ്ങോട്ട് പോവുകയുള്ളൂ, ചെവിക്കകത്ത് വരാറില്ല. അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ, കേൾക്കുന്നില്ല. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഹലോ,
ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ, എന്താണ് സംശയം? ഡോക്ടറുടെ ഒരു കാര്യം ചെയ്യണം. ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. അതെ അതെ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ചോദ്യം പൂർത്തിയാക്കിക്കോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവിടെ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു ഡോക്ടർ. അപ്പം ഈ ചെവി ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലുള്ള ഈ ഒരു സംശയം പോലെ തന്നെയാണ് തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ ഒരു മുള്ളു കുടുങ്ങി, ചിലർ പറയും ഉരുള ഉരുട്ടി ഒന്ന് വിഴുങ്ങിയാൽ മതി, പഴം വിഴുങ്ങിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ പേടിയാണ് എന്തും ചെയ്യാൻ. അപ്പോൾ അത്തരം ഒരു ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യണം? എറണാകുളമാണ് മുള്ളിന് ഏറ്റവും കൂടുതലുള്ള സ്ഥലം. ഇപ്പോൾ നമുക്ക് മീനിൻ്റെ ലഭ്യത കൊണ്ട് മുള്ളു തൊണ്ടയിൽ പോകുന്ന വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒറ്റ കാര്യം മാത്രം ചെയ്യാതിരിക്കുക, വിരൽ തൊണ്ടയിലിടാതിരിക്കുക. തൊണ്ടയിലിട്ടാൽ ഒരു വിരൽ വെച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മിക്കവാറും അതുകൊണ്ട് മുറിവുകൾ കൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പഴം വിഴുങ്ങുകയോ ഉരുള വിഴുങ്ങുകയോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും കൊളുത്തി നിൽക്കുന്നത് അതിൽ കൊളുത്തി താഴോട്ട് പോകാറുണ്ട്. അപ്പം അതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. ഇപ്പം തൊണ്ടയിലൊരു മുള്ളു പോയി വലിയ ശ്വാസം വിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഇരുന്നുകൊണ്ടും കുഴപ്പങ്ങളുണ്ടാകാൻ പോകുന്നില്ല, ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. വേദന എന്നുള്ള അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഉരുള വിഴുങ്ങുന്നത് നല്ലതാണ്, പഴം വിഴുങ്ങുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ആ മുള്ളങ്ങ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. തൊണ്ടയിൽ ഇപ്പോൾ മുള്ളു കുടുങ്ങുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമേറിയ ഒരു അവസ്ഥയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടം തൊണ്ടയിൽ കയറുന്നത്. പലർക്കും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയുന്നു പോലുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വാർത്തകളിൽ നമ്മളൊരു ഡോക്ടർക്ക് തന്നെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിന് വരെ കാരണമാകുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് തൃശ്ശൂർ വെച്ച് സംഭവിച്ചാണ്. ഒരു ഡോക്ടറായിരുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി, ഒന്നും ചെയ്യാൻ ആർക്കും പറ്റിയില്ല. ഡോക്ടർ മരിക്കുകയും ചെയ്തായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും തൊണ്ടയിൽ ശ്വാസം പോകുന്നുണ്ട്, ഭക്ഷണം പോകുന്നുണ്ട്. ഇത് അവിടെ വെച്ച് ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂക്കിടെ വലിക്കുന്ന ശ്വാസം മുമ്പോട്ട് വന്ന് ലങ്സിലോട്ട് പോകുന്നു. കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് വന്ന് തൊണ്ടയിൽ വന്നിട്ട് പുറലോട്ട് പോയി അന്നനാളത്തിൽ കൂടെ വയറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു ക്രോസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ നെർവ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ട്, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത്. ഭക്ഷണം വയറിലോട്ട് പോകാനും എയർ ശ്വാസം ലങ്സിലോട്ട് പോകാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ലങ്സിലോട്ട് പോകാം. അല്ലെങ്കിൽ എന്തെങ്കിലും വലുത് വയലോട്ട് ഇറങ്ങാതെ ഈ തൊണ്ടയിൽ വന്ന് കുരുങ്ങുകയാണ്. അപ്പോൾ അത് ശ്വാസത്തിന് തടസ്സം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ആ തടസ്സം വരികയാണെങ്കിൽ ശ്വാസം നമുക്ക് കിട്ടുന്നത് ഒരു 7 മിനിറ്റാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. ശ്വാസം വലിക്കാതെ മാക്സിമം 3 മിനിറ്റൊക്കെ നമുക്ക് ശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുന്ന 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം വേണ്ടി വരും. നമുക്ക് മൂക്ക് അടച്ച് പിടിച്ച് അല്ലെങ്കിൽ മുങ്ങി ഇത് പോവുകയാണെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വരേണ്ടി വരും ശ്വാസം വലിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം ഒരു ഇത് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഒരു 7 മിനിറ്റ്, 3 മിനിറ്റ് 3.5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് അത്രയും സമയം കിട്ടുന്നുള്ളൂ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളത്. തൊണ്ടയിൽ കൊടുക്കുന്നത് ഹെമിലിക്സ് മെനൂർ എന്ന് പറഞ്ഞ ഒരിതുണ്ട്. ചെയ്യുന്നതെന്ന് വെച്ചാൽ വയറിൽ പിടിച്ച് ഞെക്കി ശ്വാസം വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് വന്ന് ആ കുടുങ്ങിയിരിക്കുന്ന സാധനം പുറത്തോട്ട് പോകാനുള്ളതല്ല. അപ്പോൾ ആ ഡോക്ടറിൻ്റെ ഇതിൽ ആരെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്കാരത്തി ഇത് ചെയ്തേനെ. അതിന് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ആളുടെ പുറകിൽ നിന്ന് കൈ രണ്ടും പിടിച്ച് വയറിൻ്റെ അവിടെ വെച്ച് വളരെ ശക്തിയായിട്ട് മുകളിലോട്ട് ഞെക്കുകയാണ്. ഇപ്പോൾ വയറ് മുകളിലോട്ട് ഞെക്കി എയർ പുറത്തോട്ട് കളയുന്നതാണ് ഇതായിട്ടുള്ളത് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചിരിക്കുകയാണെങ്കിൽ വെറുതെ ഇതാണെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള സ്കൂളിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരിത് വരും. തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത് സംഭവിക്കാം. ചെറിയ കുട്ടികളുടെ ശരിക്കും കാല് പിടിച്ച് പൊക്കി താത്തിയിട്ടിട്ട്, ഇപ്പോൾ കാലെ പിടിച്ച് ആളെ താത്തിയിട്ടിട്ട് നല്ലതായിട്ട് കൊട്ടുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ. ഇതിന്നൊക്കെ ഇത്തരം അത്രയുള്ളത് വെച്ചാൽ ആ ഒരു ജീവൻ രക്ഷിക്കാനായിട്ടുള്ള നമ്മൾ ജീവിതത്തിൽ ഒരിക്കലായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്യുകയാണ് അത്രയും ഒരു ഇത് കിട്ടുന്ന ജീവനാണ് രക്ഷപ്പെട്ടു. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, എന്റെ പേര് ജെറിൻ ആണ്. ചോദിച്ചോളൂ ജെറിൻ. എനിക്ക് 28 വയസ്സിനടുത്തുണ്ട്. എനിക്ക് ഓൾറെഡി അലർജി ഒക്കെ ഉള്ളതാണ്. അപ്പൊ എന്റെ ചെവി ഇങ്ങനെ എന്തെങ്കിലും ശകലം വെയിൽ കൊള്ളുകയോ വല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ജോലി ചെയ്യോ അല്ല നടക്കുമല്ലോ ചെയ്യാൻ ചെവി ഇങ്ങനെ വീർത്തു വരാൻ തുടങ്ങും. അലർജി ഉള്ള തുമ്മലൊക്കെ ഉള്ളതാണോ?
തുമ്മലൊക്കെ ഉള്ളതാണ്. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്ത് ഏകദേശം ഓക്കെ, കുഴപ്പമില്ല, ഇപ്പം റെഡി ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ എനിക്കിങ്ങനെ വരും. ഞാൻ മുമ്പ് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ കഫ ഇറങ്ങി വരുന്നതാണ് ചെവിക്കകത്തേക്ക്. അപ്പൊ ചെവിക്കല്ല് തുളച്ച എടുത്തു കളയേണ്ടി വരും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അല്ലല്ല, എവിടെയാണ് നീര് വരുന്നത്? ചെവിയുടെ പുറത്താണോ അകത്താണോ? അകത്ത് ചെവിയകത്ത്. എനിക്ക് ആക്ച്വലി ചെരിഞ്ഞൊന്നും കിടക്കാൻ മേല. ഇപ്പോഴും ചെരിഞ്ഞൊന്നും കിടക്കാൻ മേല. ഡയറക്റ്റ് ഞാൻ വേറെ നേരെയാണ് കിടക്കുന്നത്. ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ചെവിയിലേക്ക് എന്താ ഇറങ്ങി വരുന്ന ഒരു ഫീലിങ്ങും ആ ചെവിക്ക് വേദനയും വരും. രണ്ട് ചെവിക്കും ആ ഇഷ്യൂ ഉണ്ട്. ഈ പറയുന്നത് അല്ല, ചെവിയുടെ പുറത്ത് ഒന്നും വരാറില്ലല്ലോ ഇല്ലേ? ഇല്ല, പുറത്ത് പ്രശ്നമൊന്നുമില്ല. ചെവിക്കകത്താണ് ഇങ്ങനെ ചെവി ഇങ്ങനെ ഒരു വീർത്തിങ് വരുന്ന ഒരു ഫീലിംഗ്. പുറത്തൊരു ഫീലിംഗ് ഇല്ല, വീർത്ത് വന്നിട്ട് വേദന. ഇതിനകത്തുണ്ടാകുന്നത് ജെറിന്റെ ഒരു ഇത്, അലർജി ഉള്ള ഒരാൾക്ക് ചെവിയിൽ നിന്ന് മൂക്കിലോട്ട് ഒരു ട്യൂബ് ഉണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഈ അലർജി വരുമ്പോഴത്തേനും ആ ട്യൂബ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അടഞ്ഞു പോവുകയാണെങ്കിൽ ചെവിക്കുള്ളിൽ നീർക്കെട്ട് വരും. അതിനെപ്പറ്റിയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അലർജി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കേൾവി കുറവ് തോന്നുന്നുണ്ടോ ജെറിന്? ഹലോ, ഒരു ടെസ്റ്റ് ഓഡിയോഗ്രാം എന്നാന്ന് തോന്നുന്നു. ഒരു ടെസ്റ്റ് ഞാൻ ചെയ്തിരുന്നു. അപ്പം കേൾവിക്കുറവൊന്നുമില്ല. ഓഡിയോഗ്രാമാന്ന് എനിക്ക് അതിന് പേര് വിട്ടുപോയി. അപ്പോൾ ടെസ്റ്റ് ഞാൻ ചെയ്തിരുന്നു. അപ്പം അതിന് കേൾവിക്കുറവൊന്നുമില്ല. കോട്ടയത്ത് കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തിരുന്നു. ഈ പ്രശ്നമൊന്നുമില്ല, ആ പ്രശ്നമൊന്നുമില്ല. ടിംബനോഗ്രാം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിരുന്നോ? ഒരു വേറൊരു ടെസ്റ്റ് കൂടെ ചെയ്തിരുന്നോ? അറിയാവോ? ഈ ഒറ്റ ടെസ്റ്റ് ഞാൻ ചെയ്തുള്ളൂ. ഇങ്ങനെ ചെവിയിൽ ഇതിനകത്ത് അലർജി ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരിത്, ചെവിക്കകത്ത് ചെവിയിൽ നിന്ന് മൂക്കിലുള്ള ട്യൂബ് അടഞ്ഞ് അതിനകത്ത് നീർക്കെട്ട് വന്ന് ചെവിക്കകത്ത് ഫ്ലൂയിഡ് വരിക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് അലർജിയുടെ ചികിത്സ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചെവിക്കകത്ത് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരിത്, ചെവിയുടെ പാടയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി ആ ഫ്ലൂയിഡ് എടുത്ത് കളയേണ്ടി വരുമായിരിക്കും. ടിംബനോഗ്രാം എന്ന് പറഞ്ഞത് ഡോക്ടർ ഇതുകൊണ്ട് ടിംബനോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് ഫ്ലൂയിഡ് ഉണ്ടെന്ന് തീർച്ചയാണെങ്കിൽ 2-3 മാസം നിൽക്കുകയാണെങ്കിൽ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. വളരെ ചെറിയൊരു ഓപ്പറേഷനാണ്. 28 വയസ്സുള്ള ഒരാളെ ബോധം കെടുത്തേണ്ട പോലും ആവശ്യമില്ല. ചെവിയിൽ ചെറുതായിട്ട് മരവിപ്പിച്ചിട്ട് ചെയ്ത് അന്ന് തന്നെ തിരിച്ചു പോവുകയും അന്ന് തന്നെ ജോലിക്ക് പോവുകയും ചെയ്യാവുന്ന വളരെ നിസ്സാരമായിട്ട് ഉള്ള ഒരു ചെറിയൊരു ഓപ്പറേഷൻ കൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഇവർ സംസാരിക്കാത്തത് ഒരു പ്രശ്നം. പണ്ടൊക്കെ ഇങ്ങനെ കുറുനാക്കിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നത് എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഒരു ടെൻഷനാണ്. രണ്ട് കാര്യം പറഞ്ഞ്, ഒന്ന് സംസാരിക്കുന്നില്ല, ഒന്ന് വൈകുക. അല്ലല്ല, സംസാരിക്കുന്നില്ല എന്നുള്ള. മറ്റേന്ന് പറയുകയാണെങ്കിൽ ഈ വൈകല്യം ഉണ്ടാകുന്നത്, സംസാര ഉച്ചാരണത്തിലുള്ള വ്യത്യാസം, രണ്ട് വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുറുനാക്കിൻ്റെ കാര്യവും നാക്കിൻ്റെ കെട്ടും എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ കുട്ടികൾ സംസാരിക്കും, പക്ഷേ ഉച്ചാരണത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് ഉണ്ടാകുന്നത്. കുട്ടികൾ സംസാരിക്കുന്നില്ല. അപ്പോൾ സാധാരണയുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12ാമത്തെ മാസം, കുട്ടി ഉണ്ടായി ജനിച്ചിട്ട് 12ാമത്തെ മാസം ആദ്യത്തെ വാക്ക് വരും. അതിനു മുമ്പേ കുട്ടികൾ ശബ്ദങ്ങളുണ്ടാക്കും, അതും ഇതൊക്കെ പറയായിരിക്കും. പക്ഷേ ശരിക്കും മീനിങ്ങുള്ള, അർത്ഥമുള്ള ആദ്യത്തെ വാക്ക് വരുന്നത് 12ാമത്തെ മാസത്തിലാണ്. 24ാമത്തെ മാസത്തിൽ ആദ്യത്തെ സെൻറ്റൻസ് വരും. 2 വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള ആദ്യത്തെ സെൻറ്റൻസ് വരുന്നത് ഈ 24ാമത്തെ മാസത്തിലാണ്. അപ്പോൾ അതൊരു റൂൾ ഓഫ് തം, നമുക്ക് ഒരു ഏകദേശം ഒരു കണക്കെന്ന് പറഞ്ഞ് അത് തന്നെ എടുക്കാം. എല്ലാ കുട്ടികളും ഒരു വയസ്സിലല്ല 1-2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം കേൾക്കണം. കേട്ടാലേ സംസാരിക്കുള്ളൂ. മാതൃഭാഷ, നമ്മൾ അമ്മ പറയുന്ന കേട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മാതൃഭാഷ വന്നത്. കേരളത്തിലുള്ളവർ മലയാളം സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ തമിഴ് സംസാരിക്കും. എന്ത് കേട്ടുന്നോ അത് സംസാരിക്കും. അതുപോലെ തന്നെ മലയാളത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം എറണാകുളത്ത് സംസാരിക്കുന്ന പോലെയല്ല തൃശ്ശൂർ സംസാരിക്കുക. അപ്പോൾ അനുകരിച്ച് ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ കേൾവിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ എറണാകുളത്ത് 90% കുട്ടികളും ജനിച്ച് ആദ്യത്തെ 3 ദിവസം തന്നെ കേൾവി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ടെസ്റ്റ്, OE എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ഗവൺമെൻറ് ഇതനുസരിച്ച് എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും താലൂക്ക് ഹെഡ്വാസിലും OEയുടെ മെഷീൻ വന്ന് എല്ലാ കുട്ടികളും, മിക്കവാറും ഒരു 90% കുട്ടികളുടെയും കേൾവി ടെസ്റ്റ് ചെയ്തിരിക്കും. കേൾവി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് 2 വയസ്സ് 3 വയസ്സാണെങ്കിൽ സ്പീച്ച് തെറപ്പിക്ക് പോകേണ്ടി വരും. അതല്ല, കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്തേണ്ടി വരും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, കോട്ടയത്ത് നിന്ന് ഗിരീഷ് കുമാറാണ്. ഹലോ ഗിരീഷ്. ഹലോ സാർ, എനിക്ക് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തൊരു ശകലം വെള്ളം വരും, ഈ തുള്ളി വെള്ളം. അത് പെട്ടെന്ന് മൂക്കിനകത്തോട്ട് ഇങ്ങനെ ശ്വാസം കയറിപ്പോയതുപോലെ വന്നിട്ട് ഭാഗത്ത് തുറന്ന് ഇങ്ങനെ അകത്തോട്ട് പോയിട്ട് പെട്ടെന്ന് ഭാഗം തുറന്ന് ആന്നൊരു ഇത് വരുമോ? പെട്ടെന്നൊരു അല്ല, കുളിക്കുന്ന സമയത്ത് മാത്രമേ വെള്ളം വരുന്നുള്ളോ?
അല്ല, ഈ മേളിൽ കൂടെ തലവരി മൊത്തമായിട്ട് ഇങ്ങനെ വെള്ളം ഫ്രീ ആയിട്ട് ഒഴിക്കുമ്പോഴേ, ആ ഇങ്ങനെ മൊത്തം വെള്ളം ഇങ്ങനെ മൊത്തം ഫ്രീ ആയിട്ട് നേരെ നിന്ന് ഒഴിക്കുമ്പോ ഉം. ഈ മൂക്കിന്റെ അവിടെയൊക്കെ ശകലം വെള്ളം നിൽക്കും. അത് പെട്ടെന്ന് അകത്തോട്ട് കയറുമ്പോ അത് നമ്മൾ പെട്ടെന്ന് ഒഴിക്കുന്ന അകത്തോട്ട് വെള്ളമാണോ അതോ കയറി അകത്തുനിന്ന് വരുന്ന വെള്ളമാണോ? അല്ല, എന്നാ പുറത്ത് വന്നിട്ട് ഈ മീശയുടെ അവിടെ രോമത്തേലൊക്കെ ഇരിക്കുന്ന വെള്ളം ശകലമാണേലും പെട്ടെന്ന് അകത്തോട്ട് കയറിയിട്ട് വായ അങ്ങ് തുറക്കുക പെട്ടെന്ന്. എന്നും പറഞ്ഞു ഇങ്ങനെ. അത് ചെയ്യേണ്ടത് കുളിക്കുമ്പോഴത്തേനും തല വെള്ളം ഒഴിക്കുമ്പോൾ വാ തുറക്കേണ്ടി വരും, വായി കൂടി ശ്വസിക്കേണ്ടി വരും. അല്ലാതെ മൂക്കൂടെ മാത്രം ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതെ. ശ്വാസം മുട്ടാറുണ്ടോ ഇത് ചെയ്യുമ്പം കുളിക്കുന്ന സമയത്ത്? ഈ ശബ്ദമേ, ഈ ശ്വാസം എടുക്കുന്ന ശബ്ദം ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ചിലപ്പോ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുമ്പോ വളരെ സൂക്ഷിച്ചാ ഒഴിക്കുന്നത്. ഈ കുളിക്കുമ്പോഴല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല? ഇല്ല, ഈ വെള്ളത്തിന്റെ ഇത് വരുമ്പോ ഈ വെള്ളം ഈ ശകലം മൂക്കി കൂടെ അകത്തോട്ട് കയറുമ്പോ മാത്രം. അത് ചെയ്യേണ്ടത് തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ വാതിർന്ന് വെക്കുക, വായിക്കൂടെ ശ്വസിക്കുക. ഈ പറഞ്ഞ കാര്യം നമ്മൾ ആ മൂക്കിൽ നിന്നുള്ള വെള്ളം ഈ ഒഴിക്കുന്ന വെള്ളം അകത്തോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ സമയത്ത് തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ വാതിർന്ന് വെക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പം പറഞ്ഞതനുസരിച്ചിട്ട് കാതിന് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, കേൾവിക്കുറവുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കണം. പലപ്പോഴും ഈ ഡിലേഡ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടികൾക്ക് സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സംസാരിക്കുന്നില്ലാത്ത കുട്ടികളുടെ കേൾവി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് കേൾവി ഇല്ലെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കേൾവി ഉണ്ടെങ്കിൽ ആപ്പടെ ചെയ്യേണ്ടത് വെച്ചാൽ സ്പീച്ച് തെറപ്പിയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ സ്പീച്ചിനുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ സംസാരിക്കുന്ന ഉച്ചാരണമില്ല. പല പല കാര്യങ്ങളുണ്ട്. ചില കുടുംബങ്ങളിലുണ്ട് കുട്ടികൾ കായ്ക്ക് വരും താ പറയുന്നു. അപ്പോൾ അത് വന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും അച്ഛനും ഇത് തന്നെയായിരുന്നു, അല്ലെ അച്ഛൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിനൊന്നും വലിയതായിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് കുറച്ചാൾ കഴിയുമ്പോൾ അത് മാറാറുണ്ട്. പല കുട്ടികളിലും ഇങ്ങനെയുള്ള ഉച്ചാരങ്ങൾ മാറാറുണ്ട്. പിന്നീടുള്ള നാക്കിനുള്ള കെട്ട്, ടങ് ടൈ എന്ന് പറയും. നാക്കിന് താഴെയുള്ള ആ ഒരു ഇതിൽ ചെറിയൊരു നീളം കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും വളരെ ചെറുതായിട്ടുള്ളൊരിതാണ്. നാക്കിൻ്റെ താഴെയുള്ള ആ കെട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇത് ചെയ്യുക. അപ്പോൾ പല അമ്മമാർക്കും ആ സമയത്ത് 1 വയസ്സിലെ 2 വയസ്സുള്ള ആ കുട്ടിക്ക് അത് ചെയ്യാനായിട്ടുള്ള വിഷമം, ഇത്രയും ചെറിയ കുട്ടിയല്ലേ. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു കുട്ടി ആ ഭാഷ പഠിച്ചു, ഇതിൻ്റെ ഒരു ആക്സൻസ് പഠിച്ച് അല്ലെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു ഉച്ചാരണങ്ങൾ തെറ്റായ രീതിയിൽ പഠിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വിഷമമാണ്. ഇപ്പം ഒരു നാക്കിൻ്റെ ഒരു ടങ് ടൈ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ചെയ്യാതെ അതിൻ്റെ ഇത് ചെയ്യാതെ നമുക്ക് കാണാം പലരും വലുതായി കഴിഞ്ഞാലും ഇതേ പ്രശ്നമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അത് 1 വയസ്സ് ചെയ്യുന്ന കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ സംസാരം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുവിധം വരെ ഉച്ചാരണങ്ങളൊക്കെ തെറ്റായ രീതിയിൽ ഉച്ചാരണങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് 5-6 വയസ്സ് കഴിഞ്ഞ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്നാലും വളരെ എളുപ്പമല്ല, മറ്റേ നാച്ചുറലായിട്ട് പോകും. 17-18 വയസ്സ് കഴിഞ്ഞ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എത്ര ഇത് ചെയ്താലും തിരിച്ച് വരാറില്ല. ഡോക്ടർ, ഇപ്പോൾ അനാവശ്യമായ ഭയമാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ പുറകോട്ട് വലിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് എന്താണ് ഡോക്ടർക്ക് പ്രേക്ഷകരോടൊരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പേടിച്ച് നിൽക്കാതെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യുക. അതാണ് ഒരു പലപ്പോഴും ഇതിൻ്റെ അത് ചെയ്യേണ്ടത്. വളരെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അറിവില്ലായ്മയാണ് പലപ്പോഴും ഇതുണ്ടാക്കുന്നത്. അപ്പം സ്കൂളിൽ ഫസ്റ്റ് എയ്ഡിനുള്ള ഒരു ക്ലാസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.